നമസ്കാരം. യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. ധോണിയെ മാസങ്ങളായി വിറപ്പിച്ച കൊമ്പൻ PT-7 മയക്കുവെടിവെച്ചു. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ധോണിയിലെ കോർമ എന്ന സ്ഥലത്ത് വെച്ച് ആനയെ കണ്ടെത്തി മയക്കുവെടിവെച്ചത്. മയക്കുവെടി വെക്കുക എന്ന ദൗത്യത്തിന്റെ ഒന്നാം ഘട്ടം വിജയമാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. 45 മിനിറ്റ് സമയമാണ് ആനയ്ക്ക് മയക്കമുണ്ടാവുക. ഇരട്ട സ്ഫോടനത്തിന് പിന്നാലെ ജമ്മു കശ്മീരിൽ കനത്ത ജാഗ്രത. സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ ചേർന്ന് അന്വേഷണം ഊർജിതമാക്കി. കസ്റ്റഡിയിലെടുത്ത 6 പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ഇവർക്ക് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. അതേസമയം ഇരട്ട സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലൂടെയുള്ള ഭാരത് ജോഡോ യാത്രയുമായി നീങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ കൂട്ടും. കേന്ദ്ര സേനയ്ക്കൊപ്പം ജമ്മു കശ്മീർ പോലീസിനെയും അധികമായി നിയോഗിക്കും. കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് ശേഷം ജോഷിമഠിലെ കെട്ടിടങ്ങളിലെ വിള്ളലുകൾ വ്യാപിച്ചു. പല കെട്ടിടങ്ങളിലും വിള്ളലുകൾ വലുതായതായി റിപ്പോർട്ടുകളുണ്ട്. കോഴിക്കോട് നാദാപുരത്തിന് പിന്നാലെ സമീപ പഞ്ചായത്തുകളായ ചെക്യാടും വളയത്തും വാണിമേലിലും 5 പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. തൂണേരി ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 80 കവിഞ്ഞു. ചെക്യാട് പഞ്ചായത്തിൽ 12 പേർക്കും വളയത്ത് 10 പേർക്കും രോഗം ബാധിച്ചു. നാദാപുരത്ത് രോഗബാധിതരുടെ എണ്ണം 36 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറും സർക്കാരും തമ്മിലെ തർക്കങ്ങളും അനുനയവും പോലീസ് ഗുണ്ടാ ബന്ധവുമെല്ലാം ഇനി സഭയിൽ വലിയ ചർച്ചയാകും. റെസ്ലിംഗ് ഫെഡറേഷനെതിരെ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ പരാതികൾ അന്വേഷിക്കാൻ കേന്ദ്രം നിയോഗിച്ച മേൽനോട്ട സമിതിയിലെ അംഗങ്ങളെ ഇന്ന് പ്രഖ്യാപിക്കും. 4 ആഴ്ചയ്ക്കുള്ളിൽ സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണ കാലയളവിലെ ഫെഡറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സമിതി നിയന്ത്രിക്കും. ഇതിനിടെ മേൽനോട്ട സമിതി ചുമതല ഏൽക്കും വരെ ഫെഡറേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ കായിക മന്ത്രാലയം തീരുമാനിച്ചു. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഇൻഡോ അറബിക് ചിത്രമായ ആയിഷ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. നവാഗതനായ അമീർ പള്ളിക്കൽ ആണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ 70% അഭിനേതാക്കളും മറ്റു രാജ്യക്കാരാണ്. മലയാളം കൂടാതെ ഇംഗ്ലീഷ്, അറബി, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ 7 ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തു. അനു സിത്താര, അനീഷ് ജി മേനോൻ, ജോണി ആന്റണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ അമീർ അസ്ലം സംവിധാനം ചെയ്യുന്ന മോമോ ഇൻ ദുബായ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായി. ചിത്രം ഫെബ്രുവരി 3 തിയേറ്ററുകളിലെത്തും. സക്കറിയ, ആഷിഫ് കക്കോടി എന്നിവർ ചേർന്ന് തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്ന ചിത്രം ഒരു ചിൽഡ്രൻസ് ഫാമിലി മൂവിയാണ്. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. ഗോവയിൽ വൈകിട്ട് 7:30 മത്സരം. 13 മത്സരങ്ങളിൽ 25 പോയിന്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് 3-ഉം 14 കളിയിൽ 20 പോയിന്റുള്ള ഗോവ 6-ഉം സ്ഥാനങ്ങളിലാണ്. ന്യൂസിലൻഡിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ 2ാം മത്സരത്തിൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് വിജയം. ന്യൂസിലൻഡിനെ 108 റൺസിൽ ഒതുക്കിയ പേസർമാരും അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമാണ് ഇന്ത്യക്ക് തകർപ്പൻ ജയം സമ്മാനിച്ചത്. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.